പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G2730 എന്ന പ്രിന്റർ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. പ്രിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതൊരു കളർ ഡോക്യുമെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് കീബോർഡിൽ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത മാറ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രിന്റ് ചെയ്യാൻ ഷോർട്ട് കട്ടായിട്ട് Ctrl+P എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, കീബോർഡിൽ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെനുവിൽ പോവുക, ഇവിടെ പ്രിന്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുന്നു, ഒരു ബോക്സ് ഓപ്പണായി വരും. അവിടെ കനോണിൻ്റെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇവിടെ എത്ര കോപ്പീസ് വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഡയറക്റ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. സെറ്റിങ്സ് കാര്യങ്ങൾ നമ്മളൊന്നും മാറ്റിയിട്ടില്ല. ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഈ ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇനി നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് കൂടുതൽ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രിൻറ്റ് സെറ്റിങ്സിൽ ഒന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാം. ഓക്കെ, നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻറ്റ് തന്നെയാണ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അത് തന്നെയാണ്. അതിൽ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ അഡ്വാൻസ് ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒന്നുകൂടിയും Ctrl+P അല്ലെങ്കിൽ ഇവിടെ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കും ഈ ബോക്സിൽ. അതിൻ്റെ നേരെ കാണുന്ന പ്രോപ്പർട്ടീസ് എന്നുണ്ടല്ലേ, അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് രണ്ട് മോഡുകളുണ്ട്. സ്റ്റാൻഡേർഡ് പറഞ്ഞ മോഡും ഫോട്ടോ പ്രിൻറ്റിങ് പറഞ്ഞ മോഡും വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ നോർമൽ പ്രിൻറ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഫോട്ടോ പ്രിൻറ്റിങ് മോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈ റെസൊല്യൂഷനുള്ള അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റിയുള്ള ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോഡ് ഉപയോഗിക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങളിത് നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിംഗ് ആണ് നടത്തുന്നതെങ്കിൽ മസ്റ്റായിട്ട് ഇത് ഇവിടെ നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിംഗ് സെലക്ട് ചെയ്യണം. നോർമൽ പ്രിൻറ്റിംഗ് ആണ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയും വേണം. അതിൻ്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും പേജ് സൈസാണ്. അതായത് നമ്മൾ ട്രയൽ ഏത് സൈസ് പേപ്പറാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. പിന്നെ അതിന് പ്രിൻറ്റ് ചെയ്യേണ്ട പേജ് സൈസ് ഏതാ വേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും നിങ്ങളവിടെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ സെയിം ആസ് പേജ് സൈസ് എന്നുള്ളത് കൊടുത്താലും മതി. പിന്നെ താഴെ കാണുന്ന മീഡിയ ടൈപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ കേസിൽ നിങ്ങൾ ട്രയൽ പ്രിൻ്ററിൻ്റെ പേപ്പർ പിക്കപ്പ് ട്രയൽ പ്ലെയിൻ പേപ്പറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ ട്രയൽ ഫോട്ടോ പേപ്പറാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഫോട്ടോ പേപ്പർ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നേരെ കാണുന്ന ഫോട്ടോ പേപ്പേഴ്സ് ഗ്ലോസി സെക്കൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാനും മറക്കരുത്. ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ താഴെ കാണുന്ന ക്വാളിറ്റി, നോർമൽ 3 ക്വാളിറ്റിയാണ് വരിക: സ്റ്റാൻഡേർഡ്, ഹൈ, എക്കണോമി. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ക്വാളിറ്റി, നോർമൽ ഇങ്ക് ചിലവാകുകയുള്ളൂ. എക്കണോമി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്കിൽ കൂടുതൽ പേജ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ക്വാളിറ്റി തീരെ കുറവായിരിക്കും. ഹൈ അറിയുന്ന സമയത്ത് മാക്സിമം പ്രിൻറ്റിൻ്റെ മാക്സിമം ക്വാളിറ്റിയിൽ അത് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്ലോ പ്രിൻറ്റിങ്ങും പെട്ടെന്ന് മഷി തീരാനും സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ബെറ്റർ ക്വാളിറ്റി കിട്ടുന്നതാണ് പ്രിൻ്റ് ഔട്ടിൽ. അപ്പോൾ അതിനാണ് ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ മോഡിലേക്ക് ഇടേണ്ടി വരും. എങ്കിൽ മാത്രമേ കറക്റ്റ് ക്ലിയർ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കോപ്പീസ് എത്ര കോപ്പി വേണമെന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഓറിയൻറ്റേഷൻ എങ്ങനെ വേണമെന്ന്, പോർട്രേറ്റ് ആയിട്ടാണോ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. പിന്നെ ഏറ്റവും താഴെ ബോർഡർലെസ് പ്രിൻറ്റിങ് വേണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാം. അതേപോലെ പ്രിൻറ്റ് ചെയ്യുന്ന പേജിൻ്റെ ലേഔട്ട് എങ്ങനെ വേണം എന്നുള്ളത്, ഒരു പേജിൽ തന്നെ എത്ര പേജസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ 2 സൈഡ് പ്രിൻറ്റിങ് ഇതിൽ മാനുവലായിട്ടാണ് വരുന്നത്. പ്രിൻ്ററിൽ ഓട്ടോമാറ്റിക് മോഡ് വരുന്നില്ല. കാരണം ഈ പ്രിൻ്റർ നിങ്ങൾക്കറിയാം അത് സിംഗിൾ സൈഡ് പ്രിൻറ്റ് ചെയ്യുന്ന പ്രിൻ്ററാണ്. ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ 2 സൈഡ് പ്രിൻറ്റിങ് ഓപ്ഷൻ പ്രിൻ്ററിൽ വരുന്നില്ല. നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യണം. നിങ്ങൾ 2 സൈഡ് മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് എഡ്ജ് ഷോർട്ട് എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ മെയിൻ ഈ ബോക്സിൽ നമ്മളിവിടെ താഴെ കാണുന്ന ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ ചേഞ്ച് ചെയ്ത സെറ്റിങ്സിൻ്റെ മോഡിലായിരിക്കും പ്രിൻറ്റിങ് ചെയ്ത് വരുന്നത്. സ്റ്റാൻഡേർഡിലാണെങ്കിൽ സ്റ്റാൻഡേർഡിൽ വരും, ഫോട്ടോ പ്രിൻറ്റിങ്ങിലാണെങ്കിൽ ഫോട്ടോ പ്രിൻറ്റിംഗ് മോഡിലായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക. അപ്പോൾ അവിടെ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ടോണ് കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പേപ്പർ ട്രയൽ ഗ്ലോസി പേപ്പർ വെച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് മോഡിൽ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ക്ലാരിറ്റി ഉണ്ടാവില്ല.
അവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ഏതാണോ പേപ്പർ അത് കറക്റ്റ് മെൻഷൻ ചെയ്താൽ മാത്രമേ ആ കറക്റ്റ് ടോണിൽ പ്രിൻ്റ് ചെയ്ത് വരികയുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.